അപ്പോഴേ നമ്മുടെ ലക്ഷ്യം മണി മേക്കിംഗ് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ കുട്ടികളെ ആദരിക്കാനായിട്ട് ഞാനായിരുന്നു അവിടെ ക്ലാസ് എടുത്തത്. ആ കുട്ടികളോട് ഞാൻ ഓരോ കുട്ടികളോട് റാൻഡംലി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന്. ഓരോ കുട്ടികളും പറഞ്ഞവരെ ഒരു കുട്ടി മാറ്റി പറഞ്ഞില്ല, എല്ലാ കുട്ടികളും പറഞ്ഞു ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. എന്തിനാണ് ജോലി ചോദിച്ചാൽ പൈസ ഉണ്ടാക്കാനാണ് ജോലി. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എയിം തന്നെ പണം കൊണ്ട് മണി മേക്കിംഗ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ പോയി. എഡ്യൂക്കേഷൻ്റെ ഒരു ഇതിലേക്ക് പൈസ വേണമെന്നില്ല, പക്ഷെ മണി മേക്കിംഗ് വേണം. പക്ഷെ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ടോപ്പായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര മാത്രം എനിക്ക് ഒരു പേഷ്യന്റിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ സ്റ്റുഡൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അതിൽ നിന്ന് എത്രമാത്രം എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. അവൻ എഞ്ചിനീയറായിട്ട് ഒരു കാര്യമില്ല, അവർ അഡ്വക്കേറ്റായിട്ട് സമൂഹത്തിന് ഒരു ഉപകാരമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഈ പറയുന്ന സിന്തറ്റിക് ഹാപ്പിനെസ്സിലേക്ക് പോയിട്ട് ഓർഗാനിക് ഹാപ്പിനെസ്, അതാണ് ഇവിടെ ചെയ്യുന്ന റെഡ് ക്രോസിന്റെ സ്റ്റുഡൻസ് അവരൊക്കെ ചിലപ്പോൾ വളർന്നു വരുന്ന രീതിയിലേക്ക് അവരിലേക്ക് എടുത്താന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പിന്നെ സഹായങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം അവരെ ലോകം കാണുമ്പോഴേക്കും പെട്ടെന്ന് പിന്നെ ഓർമ്മ. കാരണം ഞാൻ പിന്നെ എനിക്ക് ഈ സാമൂഹ്യ സാംസ്കാരിക ജീവകാല പ്രവർത്തനത്തിന് യുഎയിൽ വെച്ചിട്ട് റെഡ് ക്രോസിന്റെ അവാർഡ് നൽകിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരെ കുറിച്ച് പറയാൻ. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക്, അതാണ് നമ്മുടെ ലൈഫ് ടൈം നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ആരെങ്കിലും നിങ്ങളൊന്ന് സഹായിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ ആ സന്തോഷം ഒരു സമയം കൊണ്ട് നിൽക്കുന്ന ഒന്നല്ല, അത് നീണ്ടു നിൽക്കുന്ന ഒരു സംവിധാനം. നമ്മുടെ മരണം വരെ നമ്മളുണ്ടാകുന്ന ഞങ്ങൾ മരിച്ച കാലം ആളുകൾ ഓർക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്നത് പോലെ ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ടൈമിംഗ് ആണ്. അതൊക്കെ ഒരു ടൈം ബേസ് ആണ്. നിങ്ങളിപ്പോ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഇപ്പോഴും 18 വയസ്സായി ഒന്ന് ലൈസൻസ് കിട്ടണം, എന്നിട്ടാണോ വണ്ടി എടുക്കണം അല്ലേ? അതന്നെ അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുക. അത് കിട്ടി, ലൈസൻസ് കിട്ടി, എത്ര ദിവസം നീണ്ടു നിൽക്കും നിങ്ങൾ പറയാം? ആ സന്തോഷം എത്ര ദിവസം നീണ്ടില്ല? കുറച്ച് ഒരാഴ്ച. പിന്നീട് ഒരു ആഗ്രഹം എനിക്ക് വണ്ടി എടുക്കണം. ഓക്കെ, കാറോ ബൈക്കോ എടുക്കുക. അത് എത്ര ദിവസം നീണ്ടു നിൽക്കും? 1 മാസം നീണ്ടു. ഇതാണ് നമ്മുടെ ഈ ഹാപ്പിനെസ്സിലേക്കാണ് നമ്മളെല്ലാവരും പിന്നെ എത്തിച്ചേരുന്ന സമയത്ത് ഈ പറയുന്ന പെർമനന്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ മാറുന്നതിന് ആ രീതിയിലായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ പോകേണ്ടത്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ഒരു പിന്നെ അമ്മ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോഴവര് പറയാണ്, എൻ്റെ മകൾ MBBS ഡോക്ടറാണ്, MD എടുത്തത്, ഗവൺമെന്റ് ആണ് പഠിപ്പിച്ചത്, കാരണം അവർക്ക് മെറിറ്റിലാണ് അഡ്മിഷൻ കിട്ടിയത്. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞ സമയത്താണ് എനിക്ക് എൻ്റെ ഭർത്താവ് ഓർമ്മ വരുന്നത്. ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് എൻ്റെ മകളോട് പറയാറുണ്ട്, ഗവൺമെന്റ് ആണ് നിങ്ങൾ പഠിപ്പിച്ചത്, മെറിറ്റിൽ. ഓക്കെ, നീ പഠിച്ചിട്ടാണ് മെറിറ്റ് കിട്ടിയത്, പക്ഷെ എനിക്ക് 5 പൈസ ഞാൻ പോക്കറ്റിൽ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെയാണ്. ഫ്രീ ടൈം അവിടെ ഫാദർ പറഞ്ഞിരിക്കുകയാണ്, നീ ഫ്രീ ആയിട്ട് നിന്റെ വീട്ടിൽ വരുന്ന രോഗികളെ പരിശോധിക്കണം എന്നുള്ളത്. അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് എതിർത്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ സമയത്താണ് അവർ പറയുന്നത്, എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ട് ഞാൻ കരയുകയായിരുന്നു അവിടെ. കാരണം എൻ്റെ ഭർത്താവാണ് ശരിയെന്ന് എനിക്ക് അവിടെ തോന്നുകയാണ്. അപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ട ചില സംഗതികൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞങ്ങൾ വരിക. ആ ഒരു മണി മേക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര നമുക്കുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആളുകളെ സംബന്ധിച്ചോളം എന്താണ്, റീച്ചിന് വേണ്ടി അല്ലെ, റീച്ചിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു ഇതിലേക്കാണ് ഉണ്ടാവുക. അതുപോലെയാണ് പണത്തിന് വേണ്ടി നമ്മൾ എന്തിനും ഞങ്ങൾ എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അവസാനമായിട്ട് ഞാൻ പിന്നെ കാരണം ഞാൻ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ അല്ലെങ്കിൽ ഡിഅഡിക്ഷന്റെ റിസോഴ്സ് പേഴ്സൺ ആയതുകൊണ്ട് അത് എവിടെ വേദിക്കുന്നതൊക്കെ പറയേണ്ടത്. രണ്ടാമത്തെ ഒന്നാണ് ലഹരി പോലുള്ള സംഗതി. ഗേൾസാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അതിന്റെ റിസോഴ്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഡിഅഡിക്ഷൻ സെന്ററിൽ ഞാൻ കാണുന്നതിന്റെ ഏകദേശം 20% 30% ഗേൾസ് ഉണ്ടാവും ഡിഅഡിക്ഷൻ സെന്റർ. അത് വെറും ഇത് മാത്രമല്ല, നമ്മുടെ പോലീസ്
ഡി ഡാഡ് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? പോലീസ് മേഖലയിൽ നേരെ ഓപ്പോസിറ്റ് ഡി ഡാഡ്, അത് ആരാണ്? പോലീസുകാർ നടത്തുന്നതാണ്. അഡിക്ഷൻ